ജയസൂര്യൻ അതിന് മറുപടി പറഞ്ഞു പോകണം, മറ്റുള്ള അതിഥികളിലേക്ക് കൂടി ഇരിക്കുന്നു പോകണം. കാരണം ഇങ്ങനെ വളരെ പ്രധാന മറ്റ് ഇന്ത്യ മുന്നണിയുടെ നേതാക്കളെക്കാൾ കൂടുതൽ BJP ഭയക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്, അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെയാണ് എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു അദ്ദേഹം. ഹിന്ദി ഹൃദയഭൂമിയിൽ നമുക്കറിയാം, രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന ഭാഷയിലല്ല അരവിന്ദ് കെജ്രിവാൾ സംസാരിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ്. BJPയുടെ മൃദു ഹിന്ദുത്വമായി ചേർന്ന് നിൽക്കുന്ന നേതാവായി നമുക്കറിയാം. അവിടെ മറുവശത്ത് രാമനുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണം BJP നടത്തുമ്പോൾ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി കുറുതൊട്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങി വരുന്നത്. ഇതൊക്കെ BJP ഭയക്കുന്നുണ്ടോ? ഇതൊക്കെ BJP ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥമാക്കുന്നുണ്ടോ? അതുകൊണ്ടാണോ അമിത്ഷാ ഇതുമായി ബന്ധപ്പെട്ട മറുപടി വളരെ വേഗം? നമുക്കറിയാം, രാഹുൽ ഗാന്ധി സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ 3 ദിവസം കഴിഞ്ഞാണ് സ്മൃതി ഇറാനി അതിന് മറുപടി പറയുന്നത്. പക്ഷെ അമിത്ഷാ നേരിട്ടിറങ്ങി മറുപടി പറയുകയാണ് അരവിന്ദ് കെജ്രിവാളിന്. അല്ല, ഹിന്ദി ഹൃദയഭൂമിയിൽ എവിടെയാണ് ഈ ആം ആദ്മി പാർട്ടി ഉള്ളത്? ഇപ്പൊ പറഞ്ഞു ഗുജറാത്തിൽ 13% വോട്ടുണ്ട് എന്ന്, ഇപ്പോൾ 50% വോട്ട് പിടിക്കും എന്ന്. അങ്ങനെയാണെങ്കിൽ ഗുജറാത്തിൽ 50% വോട്ട് പിടിക്കുമെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ആം ആദ്മി പാർട്ടി ഗുജറാത്തിൽ 2 സീറ്റിലാണ് മത്സരിക്കുന്നത്. വെറും 2 സീറ്റില് 50% വോട്ട് ഗുജറാത്തിൽ പിടിക്കുന്നവർക്ക് 2 സീറ്റിൽ മത്സരിച്ചുകൊണ്ട് 50% വോട്ട് പിടിക്കാൻ പറ്റുമോ? അപ്പോൾ ആ അവകാശവാദം പൊള്ളയല്ലേ? ഉത്തർപ്രദേശിൽ എത്ര സീറ്റില്ല? ഉത്തർപ്രദേശിൽ മത്സരിക്കുന്നില്ല. ബീഹാറിലുണ്ടോ? ബീഹാറിൽ മത്സരിക്കുന്നില്ല. മധ്യപ്രദേശിൽ മത്സരിക്കുന്നില്ല. രാജസ്ഥാനിൽ മത്സരിക്കുന്നില്ല. ഈ സ്ഥലങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അരവിന്ദ് കെജ്രിവാളിന്റെ സാന്നിധ്യം വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നാണ് ഷൈബു മഠത്തിൽ അവകാശപ്പെടുന്നത്. അല്ല, അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അവിടുത്തെ ഇവരുടെ ഏറ്റവും വലിയ ഘടകകക്ഷിയായ കോൺഗ്രസ് അവരെ വിളിച്ചുകൊണ്ടുവന്ന് സീറ്റ് കൊടുക്കണ്ടേ? ഇതാ രാജസ്ഥാനിൽ ഇത്ര സീറ്റ് മത്സരിക്കൂ, മധ്യപ്രദേശിൽ മത്സരിക്കൂ, UP-യിൽ മത്സരിക്കൂ, ബീഹാറിൽ മത്സരിക്കൂ, മഹാരാഷ്ട്രയിൽ മത്സരിക്കൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോയി സീറ്റ് കൊടുത്ത് സഖ്യകക്ഷിയാക്കണ്ടേ? അപ്പൊ കോൺഗ്രസ് പോലും ഇവരെ പുല്ലുപോലെയാണ് പരിഗണിച്ചിരിക്കുന്നത്. യാതൊരു വിലയും കോൺഗ്രസ് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പാർട്ടിയെ ഞങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? കാരണം ഇതൊക്കെ വെറും ചീട്ടുകൊട്ടാരമാണ്. അത്രയും ഉള്ളൂ. അത് ബലൂൺ വീർപ്പിച്ച് നിൽക്കുന്നവർ, ഞാൻ നേരത്തെ പറഞ്ഞ ബസിന്റെ മുമ്പിൽ തവള മസിൽ പിടിക്കുന്നതിലുള്ള മസിൽ പിടുത്തേ ഉള്ളൂ. 4-ാം തീയതി 4 മണി ആകുമ്പോൾ തീരും ഈ പാർട്ടിയും അതിന്റെ ദേശീയ പദവികളുമെല്ലാം. അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് ആവശ്യമില്ലാത്ത വലിപ്പം കൊടുത്ത് വലിയ ചർച്ച ചെയ്ത് ഇത് ആം ആദ്മി പാർട്ടി വരുന്നു, BJPയെ മറിച്ചിടും എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ എന്താ വില കൊടുക്കേണ്ടത്? അങ്ങനെ ഉണ്ടായി ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന എന്താ? കോൺഗ്രസിന്റെ സ്പേസ് പോകും. ഇനി 21 ദിവസം രാഹുൽ ഗാന്ധി ഇല്ല, കോൺഗ്രസും ഇല്ല, ചർച്ചയില്ല, ഒന്നുമില്ല. മുഴുവൻ ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ പുറകെ പോകും. അങ്ങനെ ആം ആദ്മി പാർട്ടിയും കേജ്രിവാളും സെൻട്രൽ പോയിന്റിലേക്ക് വരുമ്പോൾ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഇല്ലാതെ പോകും, ചിത്രത്തിൽ നിന്ന് പുറത്തു പോകും. അതുകൊണ്ട് കോൺഗ്രസ് തന്നെ ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ കഥ കഴിച്ചോളും.